ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രിസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ SCERT സയൻസിൽ നിന്നുള്ള 3ാമത്തെ ചാപ്റ്റർ ജലം നിത്യജീവിതത്തിൽ എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുക. താങ്ക് യു. നമുക്ക് തുടങ്ങാം. ജലം നിത്യജീവിതത്തിൽ, അതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ 5ാം ക്ലാസ്സിലെ സയൻസിൽ നിന്നുള്ള 3ാമത്തെ ചാപ്റ്റർ ജലം നിത്യജീവിതത്തിൽ, അതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തുടക്കത്തിൽ തന്നെ ഒരു കുട്ടിയുടെ പിക്ചർ തന്നിട്ടുണ്ട്, ചിത്രം തന്നിട്ടുണ്ട്. അതിൽ കുട്ടി ഒരു പുഴയരികിൽ നിൽക്കുകയാണ്. എന്നിട്ട് പുഴയോട് ചോദിക്കുന്നുണ്ട്, ഇത്ര വേഗത്തിൽ നീ എങ്ങോട്ടാ പോകുന്നത്? അപ്പോൾ പുഴ തിരിച്ച് മറുപടി പറയുന്നു, ഞാൻ ഒഴുകിയെത്തിയില്ലെങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടും. അപ്പോൾ അതിൽ നിന്ന് വെള്ളത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്ത് നമ്മൾ പറയുന്നത് ഇവിടെ എന്തായിരിക്കും പുഴ ഇങ്ങനെ പറയാൻ കാരണം? പുഴവെള്ളം നാം എന്തിനെല്ലാം ഉപയോഗിക്കുന്നുണ്ട്? കുടിക്കാനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കും പുഴവെള്ളം നേരിട്ട് ഉപയോഗിക്കാമോ? ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങളാണ് ചിത്രത്തിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് നമ്മൾ സൂചകങ്ങൾ, അതുപോലെ പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങളും അതുപോലെ ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. പുഴവെള്ളം എങ്ങനെയൊക്കെയാണ് ശുദ്ധീകരിച്ച് നമ്മുടെ വീടുകളിൽ എത്തുന്നത്, അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ ഒന്ന് വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു. അപ്പോൾ ഒന്നാമതായി ചെയ്യുന്നത് വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു. രണ്ടാമത്തത് മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു. ഇനി മൂന്നാമതായിട്ട് പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. അടുത്തത് നാലാമത്തേത് രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ 4 സെക്ഷനിലായിട്ടാണ് പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണം നടക്കുന്നത്. പുഴവെള്ളത്തിൻ്റെ ശുദ്ധീകരണ ഘട്ടങ്ങൾ പ്രധാനമായിട്ടും 4 തരത്തിലാണ് പറയുന്നത്. ഒന്നാമത് എന്ത് ചെയ്യുന്നു? വലിയ മാലിന്യങ്ങൾ അരിച്ചു മാറ്റുന്നു. പിന്നെ മാലിന്യങ്ങളെ അടിയാൻ അനുവദിക്കുന്നു. പല തട്ടുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു. രോഗാണുക്കളെ നശിപ്പിക്കുന്നു. ഇനി അടുത്ത് വരുമ്പോൾ ഇവിടെ ശുദ്ധജലത്തിൻ്റെ വിതരണ ഘട്ടങ്ങളാണ് തന്നിരിക്കുന്നത്. ഒന്നാമത് എന്ത് ചെയ്യുന്നു? ടാങ്കിൽ സംഭരിക്കുന്നു. അപ്പോൾ പുഴവെള്ളം ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വിതരണ ഘട്ടത്തിൽ എന്ത് ചെയ്യുന്നു? ടാങ്കിൽ സംഭരിക്കുന്നു. അത് കഴിഞ്ഞ് ജലം വീടുകളിലേക്ക് എത്തിക്കുന്നു. അപ്പം ഇത്രയുമാണ് ജലത്തിൻ്റെ ശുദ്ധീകരണവും വിതരണ ഘട്ടവും. അടുത്ത് നമ്മൾ പറയുന്നു, പുഴയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് വീടുകളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലും വെള്ളം എത്തുന്നത് ഇങ്ങനെയാണോ? ഇനി വീട്ടിലേക്ക് വെള്ളം കിട്ടുന്ന മറ്റേതെല്ലാം സ്രോതസ്സുകളുണ്ട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീടുകളിൽ പ്രധാനമായിട്ടും വെള്ളം കിട്ടുന്ന ഒരു സ്രോതസ്സാണ് കിണർ, അതുപോലെ കുഴൽ കിണർ. കിണറുണ്ടാകും, അതുപോലെ കുഴൽ കിണർ. പിന്നെ പൈപ്പ് ലൈൻ വഴി വെള്ളം കിട്ടുന്നവരുണ്ട്. അതുപോലെ പുഴവെള്ളം നേരിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്, അലക്കാനും കുളിക്കാനും ഒക്കെ. അതുപോലെ കുളത്തിൽ നിന്ന് വെള്ളം ലഭിക്കുന്നത് ഉണ്ട്. അങ്ങനെ വിവിധ സ്രോതസ്സുകളിലൂടെ നമുക്ക് ജലം ലഭിക്കുന്നുണ്ട്. അടുത്ത് നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഒരു ദിവസം നിങ്ങൾക്ക് എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും? വിവിധ ആവശ്യങ്ങൾക്കായി ഒരാൾ ഉപയോഗിച്ച വെള്ളത്തിൻ്റെ ഏകദേശ അളവ് പട്ടികപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ. അപ്പോൾ നമ്മുടെ ജലത്തിൻ്റെ ഏകദേശ പ്രതിദിന ഉപയോഗമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ പ്രതിദിനം, ഒരു ദിവസം നമ്മൾ ഉപയോഗിക്കേണ്ട, ഒരാൾ നിത്യജീവിതത്തിൽ ഒരു ദിവസം ഉപയോഗിക്കേണ്ട ജലത്തിൻ്റെ ഏകദേശ അളവും അത് ലിറ്ററിലും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ ആവശ്യത്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അത് എത്ര അളവിലാണ് എന്നും
പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം കുടിക്കാനാണെങ്കിൽ നമ്മൾ 2.5 ലിറ്റർ മുതൽ 3.5 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നു. അപ്പോൾ 2.5 ലിറ്റർ മുതൽ 3.5 ലിറ്റർ വരെ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കുന്നു. ഇനി ഭക്ഷണം പാകം ചെയ്യാൻ എങ്ങനെയാണ്? 3 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നു. പാത്രങ്ങൾ കഴുകാൻ 6 ലിറ്റർ മുതൽ 8 ലിറ്റർ വെള്ളം വരെ ഉപയോഗിക്കുന്നു. കുളിക്കാനും വസ്ത്രങ്ങൾ കഴുകാനും 30 ലിറ്റർ വെള്ളം വരെ ഉപയോഗിക്കുന്നു. ശുചീകരണ ആവശ്യത്തിന് നമ്മൾ 50 ലിറ്റർ വരെ വെള്ളം ഉപയോഗിക്കുന്നു. മറ്റാവശ്യങ്ങൾക്ക് 30 ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നു. ആകെ 121.5 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ 125.5 ലിറ്റർ വെള്ളം എന്ത് ചെയ്യുന്നു? ഒരു വ്യക്തി ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത്. നൽകിയ പട്ടികയിലെ ഉപയോഗവുമായി നിങ്ങളുടെ ഒരു ദിവസത്തെ ഉപയോഗം താരതമ്യം ചെയ്തു നോക്കൂ. അപ്പോൾ നമ്മുടെ വീടുകളിലെ ഒരു ദിവസം ഉപയോഗിക്കുന്നത് എത്ര ലിറ്റർ വെള്ളമാണ് എന്ന് താരതമ്യം ചെയ്തു നോക്കാനാണ് പറയുന്നത്. ഓരോ ദിവസവും എത്രമാത്രം വെള്ളം ആവശ്യമുണ്ടെന്ന് കണ്ടല്ലോ. അപ്പോൾ സാധാരണ ഒരു ആൾ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇനി ചില ഉപയോഗങ്ങൾ നമുക്ക് നിയന്ത്രിക്കാനാകും, എന്നാൽ വെള്ളം കുടിക്കാതെ നമുക്ക് ജീവിക്കാനാവില്ല. കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും. ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ്. ലോകത്തെ 200 കോടിയോളം മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സ്ഥിതി തുടർന്നാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം കൂടുതൽ രൂക്ഷമാകുമെന്ന് കരുതപ്പെടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ കുടിവെള്ളത്തിൻ്റെ ആ ഒരു ലഭ്യതയെക്കുറിച്ചാണ് പറയുന്നത്. ആവശ്യം കൂടുന്നു, പക്ഷേ എന്താണ്, നമുക്ക് കിട്ടുന്ന ജലത്തിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ജനസംഖ്യാ വർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർധനവുമാണ് ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരാൻ കാരണം. അതുപോലെ എന്താണ്, ലോകത്തെ 200 കോടിയോളം വരുന്ന മനുഷ്യർക്ക് ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് നമ്മുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ജലമലിനീകരണം, അതുപോലെ തന്നെ എന്താണ്, ജലക്ഷാമം കൂടുന്നു. ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് എന്താവശ്യത്തിനാണ്? നിങ്ങളുടെ വീട്ടിൽ ഒരു ദിവസം ഏകദേശം എത്ര ലിറ്റർ വെള്ളം ഉപയോഗിക്കുന്നുണ്ട്? ഇതൊക്കെ കണ്ടെത്തി കുട്ടികളോട് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ജലത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അതാണ് അടുത്ത് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ ജലത്തിൻ്റെ ഏകദേശ അളവാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. തലച്ചോറിൽ 73% ജലം അടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മുടെ തലച്ചോറിൽ 73% ജലമാണ്. തലച്ചോറിൽ 73% ജലമാണ്. രക്തത്തിൽ 94% ജലമുണ്ട്. അപ്പം രക്തത്തിൽ നോക്കുകയാണെങ്കിൽ 94% ജലമാണ്. വൃക്കകളിൽ 79% ജലമുണ്ട്. അപ്പോൾ വൃക്കകളിലാണെങ്കിൽ 79%. ഇനി നമ്മുടെ പേശികൾ ഉൾക്കൊള്ളുന്ന ജലത്തിൻ്റെ അളവ് എത്രയാണ്? 75%. അപ്പോൾ നമ്മൾ പറഞ്ഞു തലച്ചോറിൽ ഉൾക്കൊള്ളുന്ന ജലത്തിൻ്റെ അളവ് 73%, നമ്മുടെ രക്തത്തിൽ ഉൾക്കൊള്ളുന്ന ജലത്തിൻ്റെ അളവ് 94%, വൃക്കകളിൽ 79% ജലം അടങ്ങിയിട്ടുണ്ട്. പേശികളിലാണെങ്കിൽ 75% ജലം അടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഹൃദയത്തിലെ ജലത്തിൻ്റെ അളവ് 75%. ശ്വാസകോശങ്ങളിൽ 83% ജലം ഉൾക്കൊള്ളുന്നു. ശ്വാസകോശങ്ങളിൽ 83% ജലവും, അതുപോലെ അസ്ഥികളിൽ 31% ജലവുമാണ് ഉൾപ്പെടുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ
ചില അവയവങ്ങളിലെ ജലത്തിൻ്റെ അളവാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ തന്നതിൽ നിന്നും നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നത് രക്തത്തിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. 94% ജലമാണ് രക്തത്തിൽ ഉള്ളത്. ഇനി രണ്ടാം സ്ഥാനം നോക്കുകയാണെങ്കിൽ നമ്മുടെ ശ്വാസകോശങ്ങളിലാണ് 83% ജലം അടങ്ങിയിട്ടുണ്ട്. അടുത്ത മൂന്നാം സ്ഥാനം നോക്കുകയാണെങ്കിൽ 79% ജലം നമ്മുടെ വൃക്കകൾ ഉൾക്കൊള്ളുന്നു. ഈ വൃക്കകളിൽ 79% ജലം ഉൾപ്പെടുന്നു. ഇനി അതുപോലെ പേശികളിൽ 75%, നമ്മുടെ ഹൃദയത്തിലും പേശിയിലും ഒരേ അളവിലാണ് ജലത്തിൻ്റെ അളവ് ഉള്ളത്. പേശികളിലും 75%, അതുപോലെ ഹൃദയത്തിലും 75% ജലം ഉൾക്കൊള്ളുന്നു. ഇനി നമ്മൾ പറയുന്നത് തലച്ചോറിലാണ്. തലച്ചോറിൽ 73% ജലമുണ്ടെന്ന് പറഞ്ഞു. അതുപോലെ ഏറ്റവും കുറവ് പറയുകയാണെങ്കിൽ നമ്മുടെ അസ്ഥികളിലാണ് ഏറ്റവും കുറവ് ജലം ഉൾക്കൊള്ളിട്ടുള്ളത്. എത്രയാണ്? 31%. അപ്പോൾ ഇതാണ് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ വിവിധ അവയവങ്ങളിലെ ജലത്തിൻ്റെ അളവ് എന്ന് പറയുന്നത്. മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം. അതുപോലെ തന്നെ എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണ്. ഇനി മനുഷ്യ ശരീരത്തിൽ എന്ന പോലെ ജലം സസ്യങ്ങളിലും വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അപ്പോൾ സസ്യങ്ങൾക്കും ജലം ആവശ്യമാണ്. എന്തെല്ലാം ധർമ്മങ്ങളാണ് ജലം സസ്യങ്ങളിൽ നിർവഹിക്കുന്നത്? ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ചിത്രത്തിൽ പറയുന്നത് ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ജലം ആവശ്യമാണ്. അപ്പോൾ ജലം എന്തിനാണ്? സസ്യങ്ങളിൽ എങ്ങനെയാണ് ആഹാരത്തെ ഇലകളിൽ നിന്നും മറ്റ് സസ്യഭാഗങ്ങളിൽ എത്തിക്കുന്നതിന് ജലം ആവശ്യമാണ്. ഇനി നമുക്കറിയാം പ്രകാശ സംശ്ലേഷണത്തിന് ജലം ആവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ് ആഗിരണം ചെയ്ത ലവണങ്ങൾ ഇലകളിൽ എത്തിക്കുന്നതിന് ജലം ആവശ്യമാണ്. അപ്പോൾ സസ്യങ്ങൾ ആഗിരണം ചെയ്യുന്ന ലവണങ്ങൾ എന്ത് ചെയ്യുന്നതിന്? ഇലകളിൽ എത്തിക്കുന്നതിനും ജലം ആവശ്യമാണ്. അതുപോലെ സസ്യശരീരത്തിൻ്റെ ഘടന നിലനിർത്തുന്നതിനും ജലം ആവശ്യമാണ്. എല്ലാ ജീവികൾക്കും ജീവൽ പ്രവർത്തനങ്ങൾക്ക് ജലം ആവശ്യമാണ്. നിറവും ആകൃതിയും. ഇനി ജലത്തിൻ്റെ നിറവും ആകൃതിയുമാണ് നമ്മൾ പറയുന്നത്. നിറവും മണവും ഇല്ല, അപ്പോൾ ശുദ്ധജലമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് പറയുന്നുണ്ട് നിറവും മണവും ഇല്ല, അപ്പോൾ ശുദ്ധജലമായിരിക്കും. അപ്പോൾ ശുദ്ധജലത്തിൻ്റെ പ്രത്യേകത എന്താണ്? ശുദ്ധജലത്തിന് നിറവും മണവും ഇല്ല. ഇനി നമ്മൾ പറയുന്നത് ജലപരിശോധന റിപ്പോർട്ടിലെ ചില വിവരങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. പരിശോധിച്ച ഘടകം, സാന്നിധ്യം എന്നിവ തന്നിട്ടുണ്ട്. ഇനി പരിശോധിച്ച ഘടകം കുടിവെള്ളത്തിന് നിറം ഉണ്ടോ എന്ന് പരിശോധിച്ചു. അപ്പോൾ എന്താണ്? ഇല്ല. അതുപോലെ മണം, കുടിവെള്ളത്തിന് മണവും ഇല്ല. ഇനി ബാക്ടീരിയ, കുടിവെള്ളത്തിൽ എന്തുണ്ട്? ബാക്ടീരിയ ഉണ്ട്. ഇത്തരത്തിൽ ജലം പരിശോധിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്? നിങ്ങൾ കുടിക്കുന്ന വെള്ളം ശുദ്ധമാണോ എന്നറിയാൻ വെള്ളത്തിൻ്റെ സാമ്പിൾ നിങ്ങളുടെ പരിസരത്തെ ഗുണനിലവാര പരിശോധനാ ലാബുകളിൽ എത്തിച്ചാൽ പരിശോധിച്ച് റിപ്പോർട്ട് ലഭിക്കും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ വീടുകളിൽ വന്നിട്ട് പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നിട്ട് പറയും കിണറ്റിലെ വെള്ളം പരിശോധനയ്ക്കായിട്ട് ഒരു കുപ്പി വെള്ളം കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ അവർ അവിടെ ലാബിൽ വെച്ച് പരിശോധിച്ച് നമ്മുടെ കിണറ്റിലെ ബാക്ടീരിയയുടെ അളവ് എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇനി ജലത്തിന് ആകൃതിയുണ്ടോ? അപ്പോൾ ഇത്രയും നേരം നമ്മൾ ജലത്തിൻ്റെ നിറം, ഗുണം ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ എന്താണ് അടുത്ത് നമ്മൾ ജലത്തിന് ആകൃതി ഉണ്ടോ എന്നാണ് പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ജലത്തിന് എന്തില്ല, പല ആകൃതിയിലുള്ള പാത്രത്തിൽ വെള്ളമെടുക്കൂ. ജലത്തിൻ്റെ ആകൃതിയും പാത്രത്തിൻ്റെ ആകൃതിയും തമ്മിൽ ബന്ധമുണ്ടോ അല്ലേ? അപ്പം നമുക്കറിയാം ജലം, അപ്പോൾ ഈ ഗ്ലാസ്സിലാണ് ഇരിക്കുന്നതെങ്കിൽ ജലത്തിന് എന്തായിരിക്കും? ആ ഗ്ലാസിൻ്റെ ആകൃതിയായിരിക്കും. അപ്പോൾ കുപ്പിയിലാണെങ്കിൽ ആ കുപ്പിയുടെ ആകൃതിയിലായിരിക്കും. അങ്ങനെ ഏത് പാത്രത്തിലാണോ ജലം ഉൾക്കൊള്ളുന്നത് ആ ജലത്തിന് ആ പാത്രത്തിൻ്റെ ആകൃതിയായിരിക്കും.
ഇനി നമ്മൾ പറയുന്നത് മുങ്ങുന്നവയും മുങ്ങാത്തവയുമാണ്. ജലത്തിൽ മുങ്ങുന്നവയുമുണ്ട്, മുങ്ങാത്തവയുമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന രണ്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു? കടലാസ് തോണി ഉണ്ടാക്കി വെള്ളത്തിലിട്ട് കളിക്കുകയാണ്. അപ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കടലാസ് തോണി കണ്ടല്ലോ. താഴെ നൽകിയ വസ്തുക്കളിൽ ഏതെല്ലാമാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുക? അപ്പോൾ ഇവിടെ താഴെ ഒരു കോളത്തിൽ കുറച്ച് വസ്തുക്കൾ തന്നിട്ടുണ്ട്. അതിൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവ ഏതൊക്കെയാണ്, വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത് ഏതൊക്കെയാണ്, അത് കണ്ടെത്തി പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? കല്ല്. ഒന്നാമത് കല്ല് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം കല്ല് എന്ന് പറയുന്നത് എന്താണ്? വെള്ളത്തിൽ താഴ്ന്നു പോകും. അപ്പോൾ വെള്ളത്തിൽ താഴും. വെള്ളത്തിൽ താഴ്ന്നു പോകും. കല്ല് വെള്ളത്തിൽ താഴ്ന്നു പോകും. അപ്പോൾ നമ്മൾ കണ്ടെത്തി എന്താണ്? അത് ശരിയാണ്. ഇനി ബലൂൺ എന്താണ്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ ബലൂണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ്. അപ്പോൾ അത് ശരിയാണ്. ഇനി നാണയം എന്താണ്? നാണയം വെള്ളത്തിൽ താഴ്ന്ന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം നാണയം വെള്ളത്തിൽ താഴ്ന്നു പോകുന്നു. നാണയം വെള്ളത്തിൽ താഴ്ന്നു പോകുന്നു. ഇനി തടിക്കഷ്ണം എന്ത് ചെയ്യുന്നു? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. തടിക്കഷ്ണം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ബലൂൺ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. കർപ്പൂരം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. അതുപോലെ പ്ലാസ്റ്റിക് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. എന്നാൽ ഇരുമ്പാണി എന്താണ്? വെള്ളത്തിൽ താഴ്ന്നു പോകുന്നു. അതുപോലെ നാണയവും വെള്ളത്തിൽ താഴ്ന്നു പോകുന്നു. പിന്നെയോ കല്ലും വെള്ളത്തിൽ താഴ്ന്നു പോകുന്നു. ഇനി ഇല നമുക്കറിയാം എന്താണ്? ഇല വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അതുപോലെ മെഴുകും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഐസും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. അപ്പോൾ ഈ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ്, ഏതൊക്കെ വസ്തുക്കളാണ്? കല്ല്, അതുപോലെ നാണയം, ഇരുമ്പാണി തുടങ്ങിയ വസ്തുക്കൾ വെള്ളത്തിൽ താഴ്ന്നു പോകുന്നു. ബാക്കി നമ്മൾ പറഞ്ഞ ബലൂൺ, അതുപോലെ തടിക്കഷ്ണം, കർപ്പൂരം, പ്ലാസ്റ്റിക്, ഇല, മെഴുക്, ഐസ് എന്നിവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് നമ്മുടെ വിവിധ ആവശ്യങ്ങൾക്കായി പ്രയോജനപ്പെടുത്താറുണ്ടല്ലോ. അത്തരം ചില സന്ദർഭങ്ങൾക്ക് ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള വസ്തുക്കളുടെ കഴിവ് ഉള്ളതാണ് ചങ്ങാടത്തിലെ യാത്ര. ചങ്ങാടത്തിന് എന്തുണ്ട്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കഴിവുണ്ട്. ഇനി വള്ളം നമ്മൾ കണ്ടിട്ടുണ്ട്. വള്ളം തടിയിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വള്ളം എന്ത് ചെയ്യുന്നുണ്ട്? വള്ളവും എന്തിലാണ്? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ്. അതുപോലെ കപ്പൽ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നവയാണ്. ഇനി നമ്മൾ പറയുന്നത് ലയിക്കുന്നവയും ലയിക്കാത്തവയും. വെള്ളത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയും. അപ്പം നമ്മൾ ഇത്രയും നേരം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നവയും പൊങ്ങിക്കിടക്കുന്നവയുമാണ് പഠിച്ചത്. ഇനി നമ്മൾ പറയുന്നത് വെള്ളത്തിൽ ലയിക്കുന്നവയും ലയിക്കാത്തവയുമാണ്. അപ്പോൾ ഇവിടെ രണ്ട് കുട്ടികൾ തമ്മിലുള്ള സംഭാഷണമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരാനായിട്ട് ചോദിക്കുന്നു. അപ്പോൾ എന്താണ്? വെള്ളത്തിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് പഞ്ചസാര ഇട്ട് ഇളക്കുക, നാരങ്ങ വെള്ളം റെഡി എന്ന് ചേട്ടൻ അനിയത്തിയോട് പറയുകയാണ്. അപ്പോൾ പഞ്ചസാര ഇട്ടപ്പോൾ പഞ്ചസാര കാണാനില്ല. പഞ്ചസാര എവിടെ പോയി? പഞ്ചസാര വെള്ളത്തിൽ ലയിച്ച് ചേർന്നത് കൊണ്ടാണ് കാണാൻ കഴിയാത്തതെന്ന് മറുപടി പറയുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാം, വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കളുമുണ്ട്, വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കളുമുണ്ട്. എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ലയിക്കുമോ? ഇല്ലല്ലോ, എല്ലാ വസ്തുക്കളും വെള്ളത്തിൽ ലയിക്കുന്നില്ല. വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കളെ എങ്ങനെ കണ്ടെത്താം? താഴെ പറയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു പരീക്ഷണം ചെയ്താലോ? പഞ്ചസാര, ഉപ്പ്, വിനാഗിരി, അപ്പക്കാരം, സോപ്പ് പൊടി, മണ്ണെണ്ണ, വെളിച്ചെണ്ണ, മെഴുക്, കർപ്പൂരം, തുരിശ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. മുകളിൽ കൊടുത്ത വസ്തുക്കളിൽ വെള്ളത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാണ്? അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുണ്ട് വെള്ളത്തിൽ ലയിക്കാത്ത വസ്തുക്കൾ ഏതെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ ഊഹം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു എന്തൊക്കെയാണ്? പഞ്ചസാര നമുക്കറിയാം വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതുപോലെ ഉപ്പ് വെള്ളത്തിൽ ലയിക്കും. പഞ്ചസാര വെള്ളത്തിലേക്കും, ഉപ്പ് വെള്ളത്തിലേക്കും, വിനാഗിരി വെള്ളത്തിലേക്കും, അതുപോലെ അപ്പക്കാരം വെള്ളത്തിലേക്കും, സോപ്പ് പൊടി വെള്ളത്തിലേക്കും. മണ്ണെണ്ണ വെള്ളത്തിൽ ലയിക്കില്ല. അതുപോലെ വെളിച്ചെണ്ണയും വെള്ളത്തിൽ ലയിക്കില്ല. എന്നാൽ അതുപോലെ മെഴുക് വെള്ളത്തിൽ ലയിക്കില്ല. കർപ്പൂരം വെള്ളത്തിൽ ലയിക്കില്ല.
തുരിശ് വെള്ളത്തിൽ ലയിക്കും, പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെള്ളത്തിൽ ലയിക്കും. അപ്പോൾ ഇവയിൽ വെള്ളത്തിൽ ലയിക്കാത്തവ വെളിച്ചെണ്ണ, മെഴുക്, മണ്ണെണ്ണ, കർപ്പൂരം മുതലായവയാണ്. ബാക്കി എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യും? വെള്ളത്തിൽ ലയിക്കുന്നവയാണ്. അപ്പോൾ ഇവിടെ വെള്ളത്തിൽ ലയിക്കുന്നവ, ലയിക്കാത്തവ എന്നിവ തരംതിരിച്ചെഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുന്നതാണ്, അതുപോലെ മെഴുക് വെള്ളത്തിൽ ലയിക്കാത്തതാണ്. പിന്നെ നമ്മളിവിടെ കണ്ടു ഉപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഉപ്പ് വെള്ളത്തിൽ ലയിക്കുന്നതാണ്. അതുപോലെ വിനാഗിരി എന്ത് ചെയ്യും? വെള്ളത്തിൽ ലയിക്കും. പിന്നെ അപ്പക്കാരം വെള്ളത്തിൽ ലയിക്കുന്നുണ്ട്. സോപ്പ് പൊടി വെള്ളത്തിൽ ലയിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വെള്ളത്തിൽ ലയിക്കാത്തത് നമ്മൾ കണ്ടു, മണ്ണെണ്ണയും അതുപോലെ വെളിച്ചെണ്ണയും മെഴുകും മാത്രമാണ് വെള്ളത്തിൽ ലയിക്കാത്തവ. ചില ഖരവസ്തുക്കളും ദ്രാവകങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നു. ചില ഖരവസ്തുക്കളും അതുപോലെ ദ്രാവകങ്ങളും വെള്ളത്തിൽ ലയിക്കുന്നു എന്ന് കണ്ടല്ലോ. വാതകങ്ങൾ ജലത്തിൽ ലയിക്കുമോ? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഖരവസ്തുക്കളും ദ്രാവകങ്ങളും ഒക്കെ ജലത്തിൽ ലയിക്കാറുണ്ട്, എന്നാൽ അതുപോലെ വാതകങ്ങൾ ജലത്തിൽ ലയിക്കുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത്? അപ്പോൾ ഇവിടെ അക്വേറിയം തന്നിട്ടുണ്ട്. അക്വേറിയത്തിലെ ജലം, നമ്മുടെ ജലത്തിൽ നിന്ന് മീനുകൾ ശ്വസിക്കുന്നതും തന്നിട്ടുണ്ട്. അപ്പോൾ അക്വേറിയത്തിലെ മത്സ്യങ്ങൾക്ക് ശ്വസിക്കാൻ ഓക്സിജൻ എവിടെ നിന്നാണ്? അപ്പോൾ ആ അക്വേറിയത്തിൽ തന്നെയുള്ള ജലത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? മീനുകൾ ശ്വസിക്കുന്നത്. അപ്പോൾ വാതകം എന്താണ്? ജലത്തിൽ ലയിക്കുന്നതാണ്. സോഡാ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ പുറത്തു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നത്? അപ്പോൾ ഇവിടെ സോഡാ കുപ്പി തുറക്കുമ്പോൾ നമുക്കറിയാം കുമിളകൾ പുറത്തേക്ക് വരുന്നു. അപ്പോൾ എങ്ങനെയാണ് സോഡ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. അപ്പോൾ ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത്. സോഡാ കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് കുമിളകൾ ഉണ്ടാകുന്നത്. അപ്പോൾ സോഡാ കുപ്പി തുറക്കുമ്പോൾ എന്ത് ചെയ്യും? കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകും. ഇതാണ് സോഡാ കുപ്പി തുറക്കുമ്പോൾ കുമിളകൾ ഉണ്ടാകുന്നതിന് കാരണം. അപ്പം നമ്മൾ പറഞ്ഞു ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിനാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. നമ്മൾ പറഞ്ഞു ലയിച്ചു ചേരുന്ന വസ്തുവിനെ ലീനം എന്നും എന്തിനാണോ ലയിച്ചു ചേരുന്നത് ആ വസ്തുവിനെ ലായകം എന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. ഇനി ഇവിടെ ലായനി, അതുപോലെ ലീനം, ലായകം എന്നിവ കണ്ടെത്താൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും തന്നിരിക്കുന്നത് പഞ്ചസാര ലായനിയാണ്. പഞ്ചസാര ലായനി ലീനം എന്ന് പറയുന്നത് പഞ്ചസാര, അതുപോലെ ലായകം എന്ന് പറയുന്നത് വെള്ളമാണ്. ഇനി സോഡ വാട്ടർ എടുക്കുകയാണെങ്കിൽ സോഡയിൽ ലീനം എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, CO2 കാർബൺ ഡൈ ഓക്സൈഡ്. അതുപോലെ ഏതാണ്? ലായകം എന്ന് പറയുന്നത് ജലമാണ്. അതുപോലെ ഇനി ഉപ്പ് ലായനി എടുക്കുകയാണെങ്കിൽ ഉപ്പ് ലായനിയിൽ ലീനം എന്ന് പറയുന്നത് ഉപ്പ്, അതുപോലെ ലായകം എന്ന് പറയുന്നത് ജലം ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ലായനി, ലീനം, ലായകം എന്നിവ. വെള്ളത്തിൽ ലയിക്കുന്ന മറ്റ് വസ്തുക്കൾ കണ്ടെത്തി പട്ടിക വിപുലീകരിക്കാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ചക്കപ്പശ, ടാർ എന്നിവ പറ്റിപ്പിടിച്ചാൽ, ചക്കപ്പശ, ടാർ എന്നിവ പറ്റിപ്പിടിച്ചാൽ എങ്ങനെയാണ് നീക്കം ചെയ്യാറുള്ളത്? നമുക്കറിയാം ചക്കപ്പശ അതുപോലെ ടാർ എന്നിവ പറ്റിപ്പിടിച്ചാൽ നമ്മൾ എന്താണ്? മണ്ണെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒക്കെയാണ് നീക്കം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ചക്കപ്പശ, ടാർ എന്നിവ പറ്റിപ്പിടിച്ചാൽ അത് നീക്കം ചെയ്യുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ഇവ വെള്ളം കൊണ്ട് കഴുകി കളയാനാവാത്തത്? അതുപോലെ ബോൾ പേനയിലെ മഷി വസ്ത്രത്തിൽ പുരണ്ടാൽ അത് നീക്കം ചെയ്യാൻ എന്താണ് മാർഗം? അപ്പോൾ അത് ഒന്നുകിൽ എന്താണ്? മണ്ണെണ്ണ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്നിവയിലാണ് നീക്കം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞു വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ? അപ്പോൾ വെള്ളത്തിൽ ലയിക്കുന്ന വസ്തുക്കൾ മണ്ണെണ്ണയിലും വെളിച്ചെണ്ണയിലും ലയിക്കുമോ എന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ പട്ടികയിൽ നൽകിയിരിക്കുന്ന ലീനങ്ങൾ വിവിധ ലായനികളിൽ ലയിപ്പിച്ച് നോക്കൂ. അപ്പോൾ ഇവിടെ ലായകം, അതുപോലെ ലീനം അത് തന്നിട്ടുണ്ട്. ജലം എന്ന് പറയുന്നത് ജലത്തിൽ ലയിക്കുന്നത് എന്തൊക്കെയാണ്? ഏതൊക്കെ ലീനങ്ങളാണ് തന്നിരിക്കുന്നത്? പഞ്ചസാര, ഉപ്പ്, അപ്പക്കാരം, തുരിശ്, കർപ്പൂരം എന്നീ ലീനങ്ങൾ തന്നിട്ടുണ്ട്. ഇതിലെ ലായകങ്ങൾ തന്നിട്ടുണ്ട്. ജലം, മണ്ണെണ്ണ, വെളിച്ചെണ്ണ എന്നിവയാണ് ഇവിടുത്തെ ലായകങ്ങൾ. ഇതിൽ പഞ്ചസാര എന്ന് പറയുന്നത് ജലത്തിലേക്കും, അതുപോലെ ഉപ്പ് ജലത്തിലേക്കും, അപ്പക്കാരം ജലത്തിലേക്കും, തുരിശ് ജലത്തിലേക്കും, കർപ്പൂരം ജലത്തിലേക്കില്ല. ഇനി പഞ്ചസാര മണ്ണെണ്ണയിലേക്കില്ല, അതുപോലെ ഉപ്പ് മണ്ണെണ്ണയിലേക്കില്ല, അപ്പക്കാരം മണ്ണെണ്ണയിലേക്കില്ല, തുരിശ് മണ്ണെണ്ണയിലേക്കില്ല. എന്നാൽ കർപ്പൂരം എന്തിലേക്കും? കർപ്പൂരം മണ്ണെണ്ണയിലേക്കും. ഇനി പഞ്ചസാര വെളിച്ചെണ്ണയിലേക്കില്ല, അതുപോലെ ഉപ്പ് വെളിച്ചെണ്ണയിലേക്കില്ല, അപ്പക്കാരം വെളിച്ചെണ്ണയിലേക്കില്ല, തുരിശ് വെളിച്ചെണ്ണയിലേക്കില്ല. എന്നാൽ കർപ്പൂരം വെളിച്ചെണ്ണയിലും മണ്ണെണ്ണയിലും ലയിക്കും. ഇനി ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാൻ കഴിവുണ്ട്. അതിനാൽ ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. അപ്പം ജലം എന്ന് പറയുന്നത് ഒരു സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെന്റ് ആണെന്ന് പറയാം. അപ്പോൾ ജലത്തിന് നിരവധി വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവുള്ളതുകൊണ്ടാണ് ജലത്തെ നമ്മൾ സാർവിക ലായകം എന്ന് പറയുന്നത്. ജലത്തിന്റെ ലായകശേഷി പ്രയോജനപ്പെടുത്തുന്ന കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ജലത്തിന്റെ ലായകശേഷി പ്രയോജനപ്പെടുത്തുന്നത് എന്താണ്? വസ്ത്രങ്ങൾ അലക്കാൻ വേണ്ടി ജലം ഉപയോഗിക്കുന്നു, കുളിക്കാൻ ഉപയോഗിക്കുന്നു, കുടിക്കാൻ ഉപയോഗിക്കുന്നു, പാചകം ചെയ്യാൻ എന്ന് തുടങ്ങി ജലത്തിന്റെ ഉപയോഗങ്ങൾ നിരവധിയാണ്. വെള്ളം, പഞ്ചസാര, മഷി എന്നിവ ഉപയോഗിച്ച് താഴെ പറയുന്ന രീതിയിൽ പരീക്ഷണം ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ സന്ദർഭം ഒന്ന് പറയുന്നത് 2 ഗ്ലാസുകളിൽ വെള്ളം എടുത്ത് ഒന്നിൽ പഞ്ചസാര തൈകളും മറ്റൊന്നിൽ പൊടിച്ച പഞ്ചസാരയും ലയിപ്പിച്ച് നോക്കൂ. ഇനി രണ്ടാമത്തെ സന്ദർഭം പറഞ്ഞിരിക്കുന്നത് 2 ഗ്ലാസുകളിൽ വെള്ളം എടുത്ത് ഒന്നിൽ പഞ്ചസാര ഇളക്കാതെയും രണ്ടാമത്തേതിൽ പഞ്ചസാര ഇളക്കിയും ലയിപ്പിച്ച് നോക്കൂ. ഇനി മൂന്നാമത്തെ സന്ദർഭം പറഞ്ഞിരിക്കുന്നത് 1 ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും എടുത്ത് ഒരു തുള്ളി മഷി ലയിപ്പിച്ച് നോക്കൂ. പഞ്ചസാരയും മഷിയും ലയിക്കുന്നതിന്റെ വേഗതയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ?
വസ്തുക്കളുടെ ലയനവേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തി എഴുതുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ സന്ദർഭം എന്താണ്? 2 ഗ്ലാസുകളിൽ വെള്ളം എടുത്ത് ഒന്നിൽ പഞ്ചസാര തരികളും മറ്റൊന്നിൽ പൊടിച്ച പഞ്ചസാരയും ലയിപ്പിച്ചാൽ ഏറ്റവും കൂടുതൽ ലയിക്കുന്നത് ഏതായിരിക്കും? അത് എന്തായാലും പൊടിച്ച പഞ്ചസാരയായിരിക്കും അല്ലേ. ഇനി അടുത്ത രണ്ടാമത്തെ സന്ദർഭം പറഞ്ഞിരിക്കുന്നത് എന്താണ്? 2 ഗ്ലാസുകളിൽ വെള്ളം എടുത്ത് ഒന്നിൽ പഞ്ചസാര ഇളക്കാതെയും രണ്ടാമത്തേതിൽ പഞ്ചസാര ഇളക്കിയും ലയിപ്പിച്ച് നോക്കൂ. അപ്പോൾ ഇത് ഏതായിരിക്കും പെട്ടെന്ന് ലയിക്കുന്നത്? ഇളക്കിയ പഞ്ചസാരയായിരിക്കും വേഗം ലയിക്കുന്നത്. ഇനി അടുത്ത മൂന്നാമത്തെ സന്ദർഭം, ഒരു ഗ്ലാസ്സിൽ ചൂടുവെള്ളവും മറ്റൊരു ഗ്ലാസ്സിൽ തണുത്ത വെള്ളവും എടുത്ത് ഒരു തുള്ളി മഷി ലയിപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ചൂടുള്ള വെള്ളത്തിലായിരിക്കും മഷി വളരെ വേഗം എന്ത് ചെയ്യുന്നത്? ലയിക്കുന്നത്. ഇനി പഞ്ചസാരയും മഷിയും ലയിക്കുന്നതിന്റെ വേഗതയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അപ്പോൾ പഞ്ചസാരയും മഷിയും ലയിക്കുന്നതിന്റെ വേഗതയിൽ വ്യത്യാസമുണ്ട്. കാരണം പഞ്ചസാര ലയിക്കുന്നതിനേക്കാൾ വളരെ വേഗത്തിലായിരിക്കും മഷിയുടെ ലയനം എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നു ജലം പല രൂപത്തിലുണ്ട് അല്ലെ. ജലം പല രൂപത്തിലുണ്ട്. നമുക്കറിയാം ഐസ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വെള്ളത്തിന്റെ ഖരാവസ്ഥയാണ് നമ്മൾ ഐസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ ജലം എടുത്ത് തണുപ്പിക്കാൻ പറ്റുക, തണുത്ത് കഴിഞ്ഞാൽ അതെന്താകും? അത് ഐസ് ആകും. എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് ഐസ് ഉപയോഗിക്കാറുള്ളത്? ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ഐസ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്, നിരവധി ഉപയോഗങ്ങൾ ഐസിനുണ്ട്. അപ്പോൾ ഭക്ഷ്യവസ്തുക്കൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനും ഇനി പിന്നെ തണുത്ത വെള്ളം, അതുപോലെ നമുക്ക് ദാഹം വരുമ്പോൾ ഐസൊക്കെ ഇട്ട് നമ്മൾ വെള്ളം കുടിക്കും. പിന്നെ അതുപോലെ ഡ്രിങ്ക്സ് കഴിക്കുന്നവരൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഐസൊക്കെ ഇട്ടിട്ട് ഡ്രിങ്ക്സ് മദ്യം കഴിക്കുന്നവരൊക്കെ ഇങ്ങനെ ഐസ് ഉപയോഗിക്കാറുണ്ട്. ഇനി മത്സ്യങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഐസ് ഇട്ട് സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ ഐസിന് അങ്ങനെ നിരവധി ഉപയോഗങ്ങളുണ്ട്. ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഐസ് അല്പസമയം പുറത്ത് വെച്ചിരുന്നാൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ നമുക്കറിയാം ഐസ് അല്പസമയം പുറത്ത് വെച്ചിരുന്നാൽ എന്ത് സംഭവിക്കും? ഐസ് അലിയാൻ തുടങ്ങും. അപ്പോൾ അതിനുള്ള കാരണം എന്താണ്? പരീക്ഷണക്കുറിപ്പിൽ എഴുതുന്നത് കുട്ടികൾക്കുള്ളതാണ്, നമുക്കുള്ളതല്ല. ഇനി സന്ദർഭങ്ങളും നിരീക്ഷിച്ച കാര്യങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കി, ഒരു പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസ്, ഇവിടെ ഒരു പാത്രത്തിൽ ഐസ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് തൊട്ട് താഴെ ഐസ് എന്ത് ചെയ്യുന്നുണ്ട്? ഐസ് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ പാത്രത്തിൽ വെച്ചിരിക്കുന്ന ഐസ് ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, ചൂടാക്കുന്നുണ്ട്. അപ്പോൾ പാത്രത്തിലെ വെള്ളം തിളയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കും? പാത്രത്തിലെ വെള്ളം തിളയ്ക്കുമ്പോൾ ഐസ് അറിയാൻ തുടങ്ങും അല്ലെ. വെള്ളം തിളപ്പിച്ച ശേഷം പാത്രത്തിന്റെ അടപ്പിന്റെ അടിഭാഗം നോക്കിയപ്പോൾ, അപ്പോൾ വെള്ളം തിളപ്പിച്ച ശേഷം അടിഭാഗം, പാത്രം നമ്മൾ അടിഭാഗം നോക്കിയാൽ എന്ത് ചെയ്യും? ഭാഗം ചൂടുള്ള ഭാഗങ്ങളൊക്കെ ഐസ് അറിയുന്നതായിട്ട് കാണാം. ചൂട് വഹിക്കാൻ വെള്ളത്തിനുള്ള കഴിവ് പല സന്ദർഭങ്ങളിലും നാം പ്രയോജനപ്പെടുത്തുന്നുണ്ടല്ലോ. ഏതെല്ലാമാണ് അത്തരം സന്ദർഭങ്ങൾ? അപ്പോൾ നമ്മൾ ചൂട് വഹിക്കാൻ വെള്ളത്തിനുള്ള കഴിവ് പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത് നമുക്കറിയാം, അരി വേവിക്കുന്നതിന് ചൂട് ഉപയോഗിക്കുന്നു. ചൂടായ വെള്ളത്തിലൂടെ അരി കഴുകിയിട്ട് അപ്പോൾ ചൂട് വേവിക്കും. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? അരി വെള്ളത്തിൽ കിടന്ന് വേവുന്നു. അപ്പോൾ അത് ചൂട് വഹിക്കാൻ കഴിവുള്ള ഒരു ജലത്തിനുള്ള ഒരു പ്രത്യേകതയാണ്. ഇനി അതുപോലെ നമ്മൾ ചായ ഉണ്ടാക്കുന്നു. ചായ ഉണ്ടാക്കുന്ന സന്ദർഭത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ചായ തിളയ്ക്കുന്നത് ചൂട് കൊണ്ടാണ് ചായ തിളയ്ക്കുന്നത്. അങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ ഇനി വെള്ളം ചൂടാക്കി തിളപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ തിളച്ച വെള്ളം തിളപ്പിച്ച വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ വെള്ളത്തിന് ചൂട് വഹിക്കാനുള്ള കഴിവ് കൂടുതലാണ്. ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായി ഉയരുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ നമുക്കറിയാം എന്താണ് ചൂടാക്കുമ്പോൾ ജലം ബാഷ്പമായി ഉയരാറുണ്ട്. നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ തുണിയിലെ ജലാംശത്തിന് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ നനഞ്ഞ തുണി ഉണങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ ബാഷ്പീകരണം എന്ന് പറയുന്നു. അപ്പോൾ എന്താണ്? ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെയാണ് നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെപ്പറൈസേഷൻ എന്ന് പറയും. ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. അപ്പോൾ ചൂടാകുമ്പോൾ എന്ത് ചെയ്യും? ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കും. ഖരം, ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് ജലം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ജലം എന്ന് പറയുന്നത് 3 അവസ്ഥയിൽ കാണപ്പെടുന്നുണ്ട്. ഖരം, അതുപോലെ ദ്രാവകം, വാതകം എന്നീ 3 അവസ്ഥയിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏക പദാർത്ഥമാണ് എന്ത്? ജലം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ പറഞ്ഞു, ഒരു ദ്രാവകത്തിന്റെ ഉപരിതലത്തിൽ നിന്ന് ചെറുകണികൾ ചുറ്റുപാടുകളിലേക്ക് വ്യാപിക്കുന്നതിനെ നമ്മൾ ബാഷ്പീകരണം എന്ന് പറയുന്നു. അപ്പോൾ ചൂടാക്കിയാൽ ബാഷ്പീകരണ തോത് വർദ്ധിക്കും. ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ എടുത്ത് പറയുന്നത്. ഇതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ വളരെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇനി നമ്മൾ ജലനിരപ്പിനെ കുറിച്ച് പറയുന്നു. ജലനിരപ്പ് കെട്ടിട നിർമ്മാണത്തിനായി ലെവൽ ട്യൂബിൽ ജലം നിറച്ച് അളവെടുക്കുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ലെവൽ ട്യൂബിൽ ജലം നിറച്ച് നിങ്ങളുടെ ക്ലാസ് മുറിയിലെ വിവിധ കുട്ടികളുടെ പരീക്ഷണമാണ് തന്നിരിക്കുന്നത്, നമുക്ക് വേണ്ട. ഇനി ജലം എന്ന് പറയുന്നത് വിധാനം പാലിക്കുന്നു എന്നത് ജലത്തിന്റെ ഒരു സവിശേഷതയാണ്. അപ്പോൾ നമ്മുടെ ജലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് ജലം വിധാനം പാലിക്കുന്നു എന്നത്. ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് നമുക്കറിയാം ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി. ഇനി ഭൂമിയിലെ പ്രധാനപ്പെട്ട ജലശേഖരം ഏതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ജലം ഉള്ളത് എവിടെയാണ്? കടലിലാണ്, സമുദ്രത്തിലാണ്. ഭൂമിയിലെ പ്രധാന ജലശേഖരം എന്ന് ചോദിച്ചാൽ സമുദ്രമാണ്. വലിയ അളവിൽ ലവണങ്ങൾ ലയിച്ച് ചേർന്നിട്ടുള്ളത് കൊണ്ട് കടൽ വെള്ളം ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ കടൽ വെള്ളം ഇഷ്ടം നമുക്കറിയാം ഏറ്റവും കൂടുതലുള്ളത് കടൽ ജലമാണ്. പക്ഷേ വലിയ അളവിൽ എന്തുണ്ട്? ലവണങ്ങൾ ലയിച്ച് ചേർന്നിട്ടുള്ളത് കൊണ്ട് കടൽ വെള്ളം നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഇനി ഇവിടെ പറയുന്നത് നിങ്ങളുടെ ചുറ്റുപാടിലെ ശുദ്ധജല സ്രോതസ്സുകൾ ഏതെല്ലാമെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ജലസ്രോതസ്സുകളിൽ വെള്ളം എത്തുന്നത് മഴയിലൂടെയാണല്ലോ. ഇനി ജലത്തിലേക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. അപ്പോൾ ജലാശയം ചൂടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ജലത്തുള്ളികൾ ആകാശത്തേക്ക് ഉയരുന്നു. എന്താണ് പറയുന്നത്? ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല. ജലാശയങ്ങൾ ചൂടുപിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു. പിന്നീട് തണുത്ത് മഴമേഘങ്ങളായി മാറുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു? അത് തണുത്ത് മഴമേഘങ്ങളായി മാറുന്നു. അവിടെ വെച്ച് ചെറു കണികകളായ ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു. അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു. അപ്പോൾ ഇങ്ങനെയാണ് മഴ പെയ്യുന്നതും നമുക്ക് ജലം ലഭിക്കുന്നതും. ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം ജീവജാലങ്ങൾക്ക് ആവശ്യമാണ്. എന്നാൽ മനുഷ്യന്റെ ചില ഇടപെടലുകൾ ജലമലിനീകരണത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഭൂമിയിൽ ലഭ്യമായിട്ടുള്ള ശുദ്ധജലം എന്ന് പറയുന്നത് ജീവജാലങ്ങൾക്ക് ആവശ്യമാണ്. മനുഷ്യന്റെ ചില ഇടപെടലുകൾ എന്തിന് കാരണമാകുന്നു? ജലമലിനീകരണത്തിന് കാരണമാകുന്നു. അപ്പോൾ ജലമലിനീകരണത്തിലുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇവിടെ ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഇത് അതായത് കന്നുകാലികളിലേക്ക് കുളിപ്പിക്കുന്നതും, അതുപോലെ ഫാക്ടറികളിൽ നിന്നുള്ള മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നത്, പിന്നെ എന്താണ് വാഹനങ്ങൾ അതുപോലെ മാലിന്യങ്ങൾ ഒഴുക്കിവിടുന്നതും, പിന്നെ കുളിക്കുന്നത്, ആളുകൾ തുണി അലക്കുന്നത്, അതുപോലെ കുളിക്കുന്നതും ഒക്കെ ജലമലിനീകരണത്തിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്.
ജലമലിനീകരണവും പരിഹാര മാർഗ്ഗങ്ങളും എന്ന വിഷയത്തിൽ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് കരുതി വെക്കാം നാളേക്ക്. മഴ ധാരാളം ലഭിക്കുന്ന നാടാണ് നമ്മുടേത്. എന്നാൽ വേനൽക്കാലത്ത് ചില പ്രദേശങ്ങളിലും വരൾച്ച ഉണ്ടാകുന്നുണ്ട്. മഴവെള്ളം സംഭരിച്ച് വെച്ചാൽ വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പാക്കാം. മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള ചില മാർഗ്ഗങ്ങൾ ചിത്രീകരിക്കുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. മഴവെള്ള സംഭരണി ഒന്നാമതായിട്ട്, അതായത് മഴവെള്ളം സംഭരിക്കുന്നതിനുള്ള ഒന്നാമത്തെ മാർഗ്ഗമാണ് എന്ത്? മഴവെള്ള സംഭരണി. അപ്പോൾ മഴവെള്ള സംഭരണി നിർമ്മിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? മഴവെള്ളം സംഭരിച്ച് വെക്കാം. ഇനി തടയണകൾ നിർമ്മിക്കുക. വെള്ളം എന്ത് ചെയ്തു? തടയണകൾ നിർമ്മിച്ച് കെട്ടി നിർത്തുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ജലം എന്താണ് കുറയുന്നത്? അതായത് വേനൽക്കാലത്ത് ഇത് നമുക്ക് ഉപയോഗപ്രദമാകും. ഇനി അടുത്ത് പറയുന്നുണ്ട് കയ്യാലകൾ. ഇതേപോലെ കയ്യാലകൾ സ്ഥാപിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? നമുക്ക് ജലത്തെ കെട്ടി നിർത്താം. അങ്ങനെ നമ്മുടെ പാടങ്ങളിലും വീടുകളിലും ഒക്കെ ജലം കുറയാതെ സംരക്ഷിക്കാമെന്നാണ് പറയുന്നത്. ഇനി കിണർ റീചാർജ് ചെയ്യും. നമ്മുടെ ടെറസിന് മുകളിലുള്ള വെള്ളം പൈപ്പ് ലൈൻ വഴി എന്ത് ചെയ്യുന്നു? കിണറിലേക്ക് റീചാർജ് ചെയ്ത് ഇറക്കുന്നു. അപ്പോൾ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ്? മഴവെള്ളം സംഭരിക്കാം എന്നാണ് പറയുന്നത്. ശുദ്ധജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. അപ്പോൾ ഇവിടെ ഒരു സന്ദേശം കൂടി തന്നിട്ടുണ്ട്. എന്താണ്? ശുദ്ധജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഇനി ഇവിടെ വിലയിരുത്തലാണ്. ഇവിടെ പറയുന്നത് എന്താണ്? ജലത്തിന്റെ അവസ്ഥാ മാറ്റമാണ് ചുവടെ ചിത്രീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ജലത്തിന്റെ അവസ്ഥാ മാറ്റങ്ങളാണ്. യോജിച്ച പദങ്ങൾ ചേർത്ത് ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ജലം തണുപ്പിച്ചാൽ അത് എന്തായി മാറും? അത് ഐസായി മാറും. ജലം തണുക്കുമ്പോൾ അത് ഐസാവും. ഇനി ജലം ചൂടാക്കുമ്പോൾ അത് എന്താവും? അത് ബാഷ്പമാകും. തണുപ്പിക്കുമ്പോൾ നമുക്കറിയാം അത് ഐസാകും. ഇനി ജലം ചൂടാക്കിയാൽ അത് എന്തായി മാറും? അത് ഐസായി മാറും. ഇനി എന്താണ്? വീണ്ടും ഈ ഐസ് എന്താവും? ദ്രാവകമാകും. ഈ ദ്രാവകം വീണ്ടും എന്താവും? ബാഷ്പീകരിച്ച് ബാഷ്പമായി മാറും. അപ്പോൾ ഇതൊരു സൈക്കിൾ പോലെ, ഇതൊരു ചക്രം പോലെ ഈ ഒരു പ്രവൃത്തി ഇങ്ങനെ നടക്കും. ജലത്തെക്കുറിച്ചുള്ള ആശയ ചിത്രീകരണം പൂർത്തിയാക്കുക. അപ്പോൾ ഇവിടെ ജലത്തെക്കുറിച്ചുള്ള ഒരു ആശയ ചക്രം തന്നിട്ടുണ്ട്. ഇവിടെ എന്താണ്? ജലം, അതുപോലെ ജലത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജലത്തിന്റെ സവിശേഷതകൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? ജലത്തിന്റെ അവസ്ഥകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ജലമലിനീകരണമാകുന്ന സന്ദർഭങ്ങളും ഒക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. കുട്ടികൾക്കുള്ള ഇതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അതുകൂടി നോക്കാം. അപ്പോൾ ജലത്തിന്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്കറിയാം. കുടിക്കാനും കുളിക്കാനും അതുപോലെ വസ്ത്രങ്ങൾ അലക്കാനും പാചകം ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ജലം ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നാണ് നമുക്ക് ജലം കിട്ടുന്നത്? നമ്മുടെ ജലസ്രോതസ്സുകൾ എന്ന് പറയുന്നത് കിണർ, അതുപോലെ പിന്നെ കുളം, അതുപോലെ പുഴ, ഇതൊക്കെ തോട്, ഇതൊക്കെ അരുവി, ഇതൊക്കെ നമുക്ക് ജലസ്രോതസ്സുകളാണ്. ഇനി ജലത്തിന്റെ അവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. ജലത്തിന്റെ അവസ്ഥകൾ ഖരം, ദ്രാവകം, വാതകം, അങ്ങനെ 3 അവസ്ഥയിലും ജലം കാണപ്പെടുന്നു. ഖരാവസ്ഥയിൽ, അതുപോലെ ദ്രാവകം, അതുപോലെ വാതകം, ഇങ്ങനെ 3 അവസ്ഥയിലും ജലം ഉൾക്കൊള്ളുന്നുണ്ട്. ഇനി ജലമലിനീകരണമാകുന്ന സന്ദർഭങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജലമലിനീകരണമാകുന്ന സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. ഇനി അതുപോലെ തന്നെ ജലത്തിന്റെ സവിശേഷതകൾ കുടിക്കുന്നതിനും കുളിക്കുന്നതിനും വസ്ത്രം അലക്കുന്നതിനും പാചകം ചെയ്യുന്നതിനും ഒക്കെ ജലം ഉപയോഗിക്കാറുണ്ട്. ഇനി 3 വ്യത്യസ്ത സ്രോതസ്സുകളിലെ ജലത്തിന്റെ ഗുണനിലവാരം പരിശോധിച്ച റിപ്പോർട്ടാണ് താഴെ നൽകിയിരിക്കുന്നത്. പട്ടിക വിശകലനം ചെയ്ത് നിങ്ങളുടെ കണ്ടെത്തലുകൾ എഴുതാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സവിശേഷത, അതുപോലെ പുഴ, അതുപോലെ കുളം, കിണർ എന്നിവയാണ് തന്നിരിക്കുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഇവിടെ സവിശേഷത നിറം പറഞ്ഞിട്ടുണ്ട്. പുഴയിലെ വെള്ളത്തിന്റെ നിറം കലങ്ങിയതാണ്. നമുക്കറിയാം മഴ പെയ്യും പുഴയിലും നോക്കി നമുക്കറിയാം നല്ല കലങ്ങിയ വെള്ളമാണ് കാണാൻ പറ്റുന്നത്. ഇനി കുളത്തിലും അതുപോലെ തന്നെ കലങ്ങിയ വെള്ളമാണ്. എന്നാൽ കിണറിൽ എന്താണ്? നല്ല തെളിഞ്ഞ വെള്ളമാണുള്ളത്. ഇനി സവിശേഷത ഗന്ധത്തിന്റെ സവിശേഷത തന്നിട്ടുണ്ട്. പുഴയിലാണെങ്കിൽ ദുർഗന്ധമുണ്ട്, അതുപോലെ കുളത്തിലെ വെള്ളത്തിനും ദുർഗന്ധമുണ്ട്. എന്നാൽ കിണറിലെ വെള്ളത്തിന് എന്തില്ല? ഗന്ധമില്ല. ഇനി ജൈവമാലിന്യം പുഴയിലെ വെള്ളത്തിൽ ജൈവമാലിന്യമുണ്ട്, കുളത്തിലെ വെള്ളത്തിലും ജൈവമാലിന്യമുണ്ട്. എന്നാൽ കിണറിലെ വെള്ളത്തിൽ എന്തില്ല? ജൈവമാലിന്യം ഇല്ല. ഇനി പറയുന്നുണ്ട് രാസമാലിന്യം. പുഴയിലെ വെള്ളത്തിൽ രാസമാലിന്യമുണ്ട്, അതുപോലെ കുളത്തിലെ വെള്ളത്തിലും രാസമാലിന്യമുണ്ട്. എന്നാൽ കിണറിലെ വെള്ളത്തിൽ എന്തില്ല? രാസമാലിന്യം ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കുടിക്കാൻ ഏറ്റവും സുരക്ഷിതമായ വെള്ളം ഏത് സ്രോതസ്സിലേതാണ്? നമുക്കറിയാമല്ലേ, ഈ പറഞ്ഞതിൽ നിന്ന് നമുക്കറിയാം കിണറിലെ വെള്ളമാണ് കുടിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. പുഴ, കുളം എന്നിവയിലെ ജലം കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയുമോ? എങ്ങനെ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശുദ്ധീകരണ ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞില്ല. ശുദ്ധീകരണ ഘട്ടങ്ങളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? പുഴയിലെയും കുളത്തിലെയും വെള്ളം കുടിവെള്ളമാക്കി മാറ്റാൻ കഴിയും. ജലസ്രോതസ്സുകളിലെ മലിനീകരണം തടയാൻ എന്തെല്ലാം ചെയ്യണം? അപ്പോൾ ജലസ്രോതസ്സുകളിലെ മലിനീകരണം ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അല്ലേ? എന്തൊക്കെയാണ്? ആളുകളെ ബോധവൽക്കരിക്കുക, നമ്മൾ അലക്കുന്നതും കുളിക്കുന്നതും ഒക്കെ ജലസ്രോതസ്സുകളിൽ ഇറങ്ങി കുളിക്കുകയോ പിന്നെ അലക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക, അതുപോലെ മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് തടയാം, ജലമലിനീകരണം തടയാവുന്നതാണ്. ജലത്തിന്റെ സവിശേഷതകൾക്ക് യോജിച്ച ഉദാഹരണങ്ങൾ ജീവിത സന്ദർഭങ്ങളിൽ നിന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ജലത്തിന്റെ സവിശേഷത നിത്യജീവിത സന്ദർഭത്തിൽ അതെന്തിനൊക്കെ ഉപയോഗിക്കുന്നു? താപം വഹിക്കുന്നു. നമുക്കറിയാം ജലം നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമുക്ക് ഈ താപം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി വിധാനം പാലിക്കുന്നു. ജലം വിധാനം പാലിക്കുന്നു. നിത്യജീവിതത്തിൽ നമ്മൾ ജലം എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ സാർവിക ലായകമാണ് ജലം എന്ന് പറയുന്നത് ഒരു സാർവിക ലായകമാണ്. ബാഷ്പീകരിക്കാനുള്ള കഴിവ്, ജലത്തിനെ ബാഷ്പീകരിക്കാനുള്ള കഴിവ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നിത്യജീവിതത്തിലെ സന്ദർഭത്തിൽ നമ്മുടെ ജലത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. ഇനി ഇവിടെ പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കുട്ടികൾക്കുള്ള പ്രവർത്തനങ്ങൾ. നിങ്ങളുടെ പ്രദേശത്തെ പ്രധാന കുടിവെള്ള സ്രോതസ് എന്താണെന്ന് കണ്ടെത്തി ഒരു സർവേ നടത്തും. നിങ്ങളുടെ വീട്ടിലെയും തൊട്ടടുത്ത 3 വീടുകളിലെയും കുടിവെള്ള സ്രോതസ്സുകളെ കുറിച്ച് വിവരശേഖരണം നടത്താനായിട്ട് കുട്ടികൾക്കുള്ളതാണ്. കുടിവെള്ള സ്രോതസ് എൻ്റെ വീട്ടിൽ, അതുപോലെ അയൽപക്കത്തെ വീട്ടിലെ അങ്ങനെ കണ്ടെത്താനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതൊക്കെ കുട്ടികൾക്കുള്ള ഇതാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.